നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തില് അതിലെ ചേരുവകൾക്കപ്പുറം മറ്റെന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഭക്ഷണമുണ്ടാക്കിയ ആളുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണത്തിന്റെ ഈയൊരു അദൃശ്യമായ ഊർജ്ജത്തെക്കുറിച്ചാണ്. സത്യത്തില് ഓരോ വിഭവത്തിലും നമ്മൾ കാണാത്ത ഒരു രഹസ്യ ചേരുവയുണ്ട്. അത് നമുക്ക് രുചിച്ചറിയാനോ മണത്തറിയാനോ ഒന്നും പറ്റില്ല. അത് നമ്മുടെയൊക്കെ ഊർജമാണ്, നമ്മുടെ വികാരങ്ങളാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എങ്ങനെയാണ് ഈ കാണാൻ പറ്റാത്തൊരു ഘടകം നമ്മുടെ ഭക്ഷണത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? ഇതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ, അവരുടെ ആ ഒരു വൈകാരികമായ അവസ്ഥ, അത് അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്നേഹവും സന്തോഷവും മാത്രമല്ല, ചിലപ്പോൾ ദുഃഖവും ദേഷ്യവും വരെ നമ്മുടെ പാത്രത്തിലേക്ക് എത്താമെന്നർത്ഥം. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമ്മുടെ ചിന്തകളൊക്കെ ഭക്ഷണത്തിലെ ഒരു ചേരുവയായിട്ട് മാറുന്നത്? ഇതൊരു വെറും സങ്കല്പമൊന്നുമല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ വളരെ സൂക്ഷ്മമായൊരു പ്രക്രിയയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതൊന്ന് നോക്കാം അല്ലേ? ഈയൊരു ആശയത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മാനവീയ വിദ്യുത് എന്നൊരു സങ്കല്പമാണ്. എന്താണിത്? നമുക്കെല്ലാവരുടെ ഉള്ളിലും പ്രവഹിക്കുന്ന, കാണാൻ കഴിയാത്തൊരു തരം ജീവന്റെ വൈദ്യുതിയാണെന്ന് പറയാം. നമ്മുടെ ഓരോ ചിന്തയെയും ഓരോ വികാരത്തെയും വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സൂക്ഷ്മമായ ഊർജ്ജമാണ്. അപ്പോ ഈ ഊർജം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അത് വളരെ ലളിതമാണ്. നമ്മുടെ ഈ മാനവീയ വിദ്യുത്, അതായത് ഈ ജീവന്റെ വൈദ്യുതി, ഏറ്റവും ശക്തമായിട്ട് പ്രവഹിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ തവണ തൊടുമ്പോഴും ഓരോ സ്പർശനത്തിലൂടെയും നമ്മുടെ അന്നത്തെ മാനസികാവസ്ഥ നേരിട്ട് ആ ഭക്ഷണത്തിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഊർജ്ജ കൈമാറ്റം എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ലല്ലോ, അല്ലേ? ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്തേക്കാം. ഈ ഒരു വ്യത്യാസം നോക്കൂ. ഒരാള് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഭക്ഷണമുണ്ടാക്കുന്നതെങ്കിൽ അത് കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാവും. നേരെമറിച്ച് ദേഷ്യത്തിലോ സങ്കടത്തിലോ ഇരുന്നാണ് ആരെങ്കിലും ഭക്ഷണമുണ്ടാക്കുന്നതെങ്കിലോ ആ നെഗറ്റീവ് എനർജി മുഴുവൻ അത് കഴിക്കുന്ന ആളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഒരുപക്ഷെ അസുഖങ്ങൾക്ക് വരെ കാരണമായേക്കാം. ഇത് വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിലും ഈ ഊർജത്തിന്റെ സ്വാധീനമുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ. അത് വിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ, പിന്നെ അത് കണ്ടിട്ട് എനിക്കും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിയോടെ നോക്കുന്നവരുടെ ആഗ്രഹം, ഇങ്ങനെ പലതരം എനർജികൾ ആ ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെയാവും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് വയ്യാതാവുന്നത്, അല്ലേ? അപ്പോ എന്താണിതിനൊരു പരിഹാരം? പേടിക്കേണ്ട. ഭാഗ്യവശാൽ ഈ നെഗറ്റീവ് എനർജിയെയൊക്കെ പ്രതിരോധിക്കാൻ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ ശക്തമായ ഒരു വഴിയുണ്ട്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ശീലമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരൊറ്റ നിമിഷം കണ്ണുകൾ അടച്ച് ആ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തിയതിന് ഒന്ന് നന്ദി പറയുക. എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കുക. ഈ ഒരു ചെറിയ പ്രവൃത്തി മതി ഭക്ഷണത്തിലുള്ള ദോഷകരമായ ഊർജ്ജങ്ങളെ നിർവീര്യമാക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ ലളിതമായ പ്രാർത്ഥന. ഈ വാക്കുകൾക്ക് വലിയൊരു ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വെറുമൊരു സാധാരണ ഭക്ഷണം പോലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു അമൃത് പോലെയായി മാറുന്നു. സത്യത്തിൽ ഇത് ഭക്ഷണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും. അപ്പോ ഇത്രയും ഗഹനമായ ഈ അറിവുകളൊക്കെ എവിടുന്നാണ് വരുന്നത്? നമുക്ക് അതിന്റെ ഉറവിടമൊന്ന് നോക്കാം. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മനുഷ്യന്റെ ഉള്ളിലെ ഈ സൂക്ഷ്മമായ ഊർജത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ് ഈ പുസ്തകം. അപ്പോ അടുത്ത തവണ നിങ്ങൾ കഴിക്കാനായി പാത്രം മുന്നിലെടുക്കുമ്പോൾ ഒരു നിമിഷം ഓർക്കുക, നിങ്ങൾ കഴിക്കാൻ പോകുന്നത് വെറും ആഹാരമല്ല, അതൊരു ഊർജമാണ്. ആ ഊർജം നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരു പരിധിവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഏത് ഊർജമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്?